കുമാരി ഫാബി ഇപ്പോൾ IAS നേടിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു പുസ്തക പ്രകാശനം, ഈ ഒരു വൊക്കാബുലറി ലെറ്റ്സ് ബിൽഡ് വൊക്കാബുലറി എന്ന പുസ്തക പ്രകാശനത്തിൽ വന്നിരിക്കുന്നു. ഈ പുസ്തകം നിങ്ങളെപ്പോലുള്ള സ്റ്റുഡൻസിന് അല്ലെങ്കിൽ പഠിക്കുന്ന കാലത്ത് എത്രത്തോളം ഉപകാരപ്രദമായിരുന്നു? ഞാനിപ്പോൾ എൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞ പോലെ തന്നെ സിവിൽ സർവീസിന് ഒരു മെയിൻസിൻ്റെ ഒരു പേപ്പർ ഇംഗ്ലീഷാണ്. അത് കമ്പൽസറി പേപ്പറാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് എക്സാമിനും ഇംഗ്ലീഷ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേപ്പറാണ്. സിവിൽ സർവീസ് എക്സാമിനേഷന് ഇംഗ്ലീഷ് ക്വാളിഫയിങ് പേപ്പർ ആണെങ്കിലും ഫോറസ്റ്റ് സർവീസ് എക്സാമിന് 300 മാർക്കുള്ളൊരു പേപ്പറാണ് ഈ ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അതിൽ ജോസ് അങ്കിളുടെ ഈ ബുക്കിലുള്ള എല്ലാ കാര്യങ്ങളും, സിനോണിംസ് നമുക്ക് എഴുതേണ്ടി വരും, ആൻറ്റോണിംസ് ചോദിക്കുന്നുണ്ട്, അത് എഴുതേണ്ടി വരും. അതിനോടൊപ്പം ഇഡിയംസ്, നമ്മൾ തെറ്റായിട്ടുള്ള വാക്ക് ചൂസ് ചെയ്യുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സിവിൽ സർവീസിന് തന്നെയുണ്ട്. അതുപോരാതെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ, ഞാനാണെങ്കിലും സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്കൊരു ശീലം ഉണ്ടായിരുന്നു, പത്രം വായിക്കുന്നതോ അല്ലെങ്കിൽ ബുക്ക് വായിക്കുന്നതോ വായിക്കുമ്പോഴോ അറിയാത്ത വാക്കുകൾ എഴുതി വെക്കുക അല്ലെങ്കിൽ ഡോക്കായിട്ട് സേവ് ചെയ്ത് വെക്കുക, അങ്ങനെ. പക്ഷെ അതെല്ലാം കൺസോളിഡേറ്റ് ചെയ്ത് നമുക്കൊരു ബുക്കിൽ കിട്ടുമെങ്കിൽ അത് വളരെ വളരെ ഉപകാരപ്രദമായിരിക്കും. ഈ ഇപ്പോൾ പറഞ്ഞതുപോലെ പ്രമുഖ വ്യക്തികൾ സംസാരിക്കുകയുണ്ടായി, ഇതിനൊരു ഉച്ചാരണം അതുകൂടെ ആവശ്യമായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? അതെ, അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സാറ് പറഞ്ഞ എക്സാമ്പിൾ തന്നെ ENCORE, അതിനെ ഓൺകോർ എന്നാണ് പറയുന്നത്. അതുപോലെ ENTRE അത് ഓൺട്രേ എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ വായിക്കുമ്പോൾ അത് എൻട്രി എന്നായിരിക്കും വായിച്ചു തരാം. അപ്പോൾ അതിന് ഉച്ചാരണം വളരെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. നമ്മൾ ഒരു പൊതു സ്ഥലത്ത് പോയി സംസാരിക്കുമ്പോൾ നമ്മൾ വളരെ ഒരു മണ്ടനാണെന്ന് തോന്നാൻ പാടില്ലല്ലോ. ഇപ്പോൾ IAS വിന്നറാണ്. ഇനി അടുത്ത പടി എന്താണ്? ഇനി ട്രെയിനിങ് ആണ്. 2 വർഷത്തോളം മുസോറിയിലായിരിക്കും ട്രെയിനിങ്. അത് ഏകദേശം ഓഗസ്റ്റ് അവസാനമായിരിക്കും തുടങ്ങുന്നതെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടായിരിക്കും പോസ്റ്റിംഗ് ഒക്കെ ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു ബുക്ക് കണ്ടല്ലോ, അപ്പോൾ നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകരോടും ജയകുമാർ സാറ് പറഞ്ഞ പോലെ കുട്ടികൾക്കും മുതിർന്നവർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബുക്കാണിത്. ഇത് ഒരു ഡിക്ഷണറി എന്നതിലുപരി നമുക്ക് ഒരു ഓവർവ്യൂ, വാക്കുകളെക്കുറിച്ച് ഒരു ഓവർവ്യൂ തരുന്നതും ഒരു തോട്ട് ഓഫ് ദി ഡേ തരുന്നതുമായിട്ടുള്ളൊരു ബുക്കായതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗമായി ഈ ബുക്കിനെ നിലനിർത്തണം എന്നാണ് എനിക്ക് പറയുന്നത്. താങ്ക് യു, വളരെ നന്ദി. താങ്ക് യു.